അതെ, നിർത്ത് അവിടെ നിർത്ത്. സ്വന്തം പേരെഴുതിയ കടലാസ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വന്നിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തണുപ്പ് നോക്കിയെടുക്കുന്ന പണ്ടത്തെ പരിപാടിയേ. അത് വേണ്ട, നോക്കട്ടെ. മെമ്പർ സ്ഥാനവും അച്ചാർ കമ്പനിയും പശുക്കറവയും ഒക്കെ ഉള്ള സുനന്ദ മെമ്പർക്ക് ഈ അയൽക്കൂട്ടത്തിന്റെ ചിട്ടി കിട്ടിയിട്ട് വേണോ ജീവിക്കാൻ? ഇലക്ഷനുള്ള കാശ് പാർട്ടി തരില്ലേ? എൻ്റെ തങ്കപ്പ ചേച്ചി, ചെലവിനൊത്ത വരവില്ല. അച്ഛൻ്റെ കേസും മരുന്നും വീട്ടുകാര്യവും അനിയൻ്റെ കടവും. കഴിഞ്ഞ 2 തവണയും ചിട്ടി വിളിച്ചപ്പോൾ ഞാൻ വന്നു പോലുമില്ലല്ലോ. തവണ ഇത്തിരി അത്യാവശ്യം ഉണ്ടായിരുന്നു ചേച്ചി. ചിട്ടി കിട്ടിയാലേ നമ്മുടെ യശോദ ചേച്ചിക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണല്ലോ പ്രചാരണത്തിനിടയിലും ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ വന്നേ. അല്ലല്ല, അത് വേണ്ട. ഇത്തവണ വേറെ ആരെങ്കിലും എടുക്കട്ടെ. സുനന്ദ മെമ്പർക്ക് ഇനി ഇത്തവണത്തെ ചിട്ടി എഴുതിയില്ലേ? എന്നാ ഞാൻ എടുത്തോ. ശരി എന്നാ നിങ്ങള് നീ കൈവായ്പ മേടിച്ച പൈസ എന്തിയെ? ചേച്ചി ബ്ലൗസ് മേടിക്കേണ്ടതാ. ശരിയാ, ഒരു പെശവുണ്ട്. നീ ഒന്ന് നോക്കണ്ടേ? ഞാൻ ആരുടെയൊക്കെ പറയാൻ നടന്ന ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ? ഇപ്പൊ എല്ലാവർക്കും സമാധാനമായില്ല. എന്റെ കുഞ്ഞ് ചേച്ചി, ഞാൻ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. ഇവളാണ് കൊച്ചിനെ കൊന്നത്. ചികിത്സാ ചെലവിനുള്ള അപേക്ഷ പൂർത്തി കളഞ്ഞത് ഇവളാണ്. ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ട് ഇവിടെ തന്നില്ല. എന്നിട്ടിപ്പോ വന്ന് നിൽക്കണം എപ്പ് കണ്ടില്ലേ? കണ്ണി ചോരയില്ലാത്തവള്. അതെ, നിങ്ങൾ നാട്ടിൽ ചോദിക്കേ. എന്നോട് ചതി വേണമായിരുന്നോ? എനിക്ക് ഞാനെ കാണണ്ട. സ്വിച്ചിട്ടോലല്ലേ മഴ? അച്ഛനറിഞ്ഞു കുറച്ചു മുമ്പ്. ഒന്നും നമ്മുടെയിലല്ലല്ലോ മോളെ, വിധിച്ചതേ വരൂ. ആ കൊച്ചിന് അത്രയും ആയുസേ ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ളൂ. മനഃപൂർവ്വം ഞാൻ അറിയാലോ. കാശില്ലാഞ്ഞിട്ടായിരുന്നു സത്യം. ഇന്നേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും പുഷ്കരം വിചാരിച്ചാ നിന്റെ സത്യം ഇല്ലാതാവില്ലല്ലോ മോളെ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്ക് ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. ആ തെറ്റ് പാർട്ടി തിരുത്തുകയും ചെയ്തു. എടാ, ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, നിന്റെ ബാല്യകാല സുഹൃത്തായിട്ടാണ് ഞാൻ പറയുന്നത്. നീ തിരിച്ചു വരണം, സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തിരിച്ചു വരണം. എടാ, നിന്റെ ഉള്ളിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയക്കാരനാവാൻ മാത്രമേ നിന്നെ കൊണ്ട് പറ്റുള്ളൂ. കെപി, ബാബുക്ക പറഞ്ഞ് കറക്റ്റാ. എടാ, ഈ തീരുമാനം ഇനി മാറില്ല. മാറിയാൽ ബാബുരാജ് പിന്നെ ഈ പാർട്ടിയിലുണ്ടാവില്ല. ജനലക്ഷങ്ങൾക്ക് സ്വീകരണം
ഏറ്റുവാങ്ങിക്കൊണ്ട് LDP സാരഥികളായ KP സുരേഷും ബാബുരാജും ഇതാ കടന്നു വരുന്നു. അതുകൊണ്ട് മോളെ ഞങ്ങൾക്ക് വേണം. ഒരു ബലിദാനിയായിട്ട് അവളെ ഞങ്ങൾ ഇങ്ങ് എടുക്കുക. വയ്യാതെ കിടന്നപ്പോ ഒരുത്തരം കണ്ടില്ലല്ലോ ഒന്ന് എടുത്തോണ്ട് പോകാൻ പോലും. കൊന്നളഞ്ഞില്ലേ എന്റെ മോളെ. എന്നിട്ടിപ്പോ 16 തികയുന്നതിന് മുന്നേ വന്നേക്കുന്നു. എന്റെ വായിരിക്കുന്നത് കേൾക്കണമെങ്കിൽ പൊക്കോണല്ല. ഒഴുകമാര് വന്നേക്കുന്നു കൊത്തിപ്പറിക്കാനായിട്ട്. ഇത്രയും ചലോ ദേശാടന കിളികളുടെ കരച്ചിലാണെന്ന് തോന്നുന്നു. അത് അനുവദിച്ചുകൂടാ. ചെല്ല് ഇപ്പൊ കിട്ടും രക്തസാക്ഷിയെ. ഇതുവരെയായിട്ട് കപ്പപ്പത്തിൽ കണ്ടില്ലേ? സഖാവേ, നമ്മുടെ രക്തസാക്ഷിയന്മാർ ബലിദാനിയാക്കി കൊണ്ടുപോയോ? സഖാവേ ഊളത്തരം പറയരുത്. സഖാവേ. ആ സുരേഷ് എന്നേ അവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യിക്ക്. ഞങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്ത് നിൽക്കാം. ആ ചെല്ലുന്നു. ചെല്ല്.